ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ അടീനിയം ചെടികൾ ഇന്നത്തെ മഴയിലുള്ള അതിൻ്റെ ഒരു അവസ്ഥയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ നമ്മുടെ നേരത്തെ അടീനിയം ചെടികളുടെയൊക്കെ ചട്ടികളൊക്കെ നമ്മൾ കുറേയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലൊക്കെ ഉള്ളത് നമുക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം മൺചട്ടിയിൽ നല്ല ഭാരം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം കുറേ ചട്ടികളിലൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോഴേ എല്ലാവരും നമ്മുടെ അടീനിയം ചെടികളിൽ ഇങ്ങനെ ചരിച്ചു കൊടുത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇല്ലാതാക്കേണ്ടതാണ്. അപ്പം നല്ല മഴയത്ത് അത് കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളത് ഇങ്ങനെ ഞെങ്ങൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അതായത് കുറേ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ അകഭാഗം അളിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചെടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതിനകത്ത് സാഫ് കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കുറേയൊക്കെ നമുക്ക് സാഫ് ഇട്ട് കൊടുക്കുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ അളിഞ്ഞു പോകുന്ന ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. എല്ലാ ചട്ടികളിലും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം സാഫും കൂടി ഇട്ടത് കൊണ്ട് കുറേയൊക്കെ നശിച്ചു പോവാതെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ മഴയിലാണ് നമുക്ക് ഇത്രയേറെ വെള്ളം കയറിയത്. അപ്പം രാവിലെ തന്നെ നമ്മൾ കുറേയൊക്കെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ചട്ടിയിൽ 2 പ്ലാന്റുകളൊക്കെ വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരെണ്ണമൊക്കെ എനിക്കിങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അടീനിയം ചെടികളൊക്കെ വെച്ചേക്കുന്ന ആ ഭാഗത്ത് നമ്മുടെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടേക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ റോഡിൽ നിന്നും നമുക്ക് വെള്ളം ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പം നമ്മുടെ വേറെ ചെടികളും ഒക്കെ ഈ സൈഡിലായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡിൽ നിന്നുള്ള വെള്ളവും കൂടി നമുക്ക് അകത്തോട്ട് കയറുന്നത് കൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ടൊക്കെ വെള്ളം അടിയിൽ നിന്നും കുറേയൊക്കെ വെള്ളം ഇതിനകത്തോട്ട് കയറും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചെടികളൊക്കെ കുറേയൊക്കെ നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ടാണ് ഇതുപോലെ ചെടികളൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ബോഗൺവില്ലയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ സൈഡിലായിട്ടൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ കുറേ തെറ്റിയുടെ കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അടീനിയം ചെടികൾ നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാവുന്ന ചെടികളെല്ലാം നമ്മൾ ഇവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുന്നതെല്ലാം മൺചട്ടിയിലിരിക്കുന്ന അടീനിയം പ്ലാന്റുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ റോഡാണ് ഈ കാണുന്നത്. റോഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മുടെ വീടിൻ്റെ ആ കുറച്ച് ഭാഗത്തോട്ടൊക്കെ നമ്മുടെ ചെടികളൊക്കെ ഇരിക്കുന്ന ഭാഗത്തോട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്ക് മുന്നേ നമ്മൾ കുറേയൊക്കെ ചട്ടികൾ മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു, അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ കാർ പോർച്ചിൽ കുറച്ച് സ്ഥലമുള്ള ഭാഗത്തേക്കായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ വിത്തുകളൊക്കെ പാകിയതും ഒക്കെ നമ്മളൊരു സൈഡിൽ ഒരുപാട് വെള്ളം വീഴാത്ത രീതിയിലുള്ള ഭാഗത്തേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഴയത്ത് നിങ്ങൾ നിങ്ങളുടെ അടീനിയം ചെടികളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.